നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ വന്നിരിക്കും വിഷ്ണുവേട്ട. ആ ചടങ്ങ് നടക്കില്ല. ഈ ജന്മം ശാലിനി മാത്രമായിരിക്കും വിഷ്ണുവേട്ടന്റെ പെണ്ണ്. എങ്ങോട്ടാ നിങ്ങളിവരെ കൊണ്ടുപോകുന്നത്? മേയർ മാഡമോ? മാഡം ഉണ്ടായിരുന്നു ഈ കാറിനകത്ത്? ഉണ്ടായിരുന്നു. മാഡം, ഈ സ്ത്രീ കുടിച്ചിട്ടുണ്ട്. മാഡത്തിനും ചിലപ്പോൾ അത് മനസ്സിലായി കാണും. റോങ് സൈഡ് കയറി വന്ന് കളക്ടർ മാഡത്തിന്റെ കാറിൽ ഇടിച്ചു മാത്രമല്ല, മാഡത്തിന്റെ ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. എടോ, ഈ പറഞ്ഞതിനൊക്കെ ഞാൻ സാക്ഷിയല്ലേ? താൻ ഇനി എന്നോടത് വിശദീകരിക്കണം. സോറി മാഡം. എടോ, റോഡും വണ്ടിയൊക്കെ ആവുമ്പം തട്ടലും മുട്ടലും ഒക്കെ പതിവാ. ചിലപ്പോ വാക്ക് തർക്കവും കയ്യാങ്കളിയൊക്കെ ഉണ്ടായെന്നൊക്കെ ഇരിക്കും. അതൊക്കെ പറഞ്ഞു തീർക്കാതെ നേരെ കേസെടുക്കാണോ വേണ്ടത്? മാഡം, ഇവര് കുടിച്ചിട്ടുണ്ടെന്നുള്ളത്? എടോ, സമൂഹത്തിന്റെ മേലെ തട്ടിലുള്ള ഒരു കുട്ടിയാ മധുശ്രീ. ബിസിനസ് മാഗ്നറ്റ് ശിവൻകുട്ടിയുടെ മകൾ. ചില പാർട്ടികളിലൊക്കെ വെച്ച് അത്യാവശ്യം ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നത് സ്വാഭാവികമോ? ഇപ്പൊ കഴിക്കാത്തവരാരാടോ ഉള്ളത്? താനെന്താ ഉപയോഗിക്കില്ലേ? അല്ല മാഡം, ഞാൻ വണ്ടി ഓടിക്കുമ്പോ. വണ്ടി ഓടിക്കുമ്പോഴല്ല കഴിച്ചത്, അതിനു മുമ്പാ. അപ്പൊ ഒരു എമർജൻസി മീറ്റിംഗ് വന്നു മിനിസ്റ്ററുമായിട്ട്. എന്താ അതിന് പോണ്ടേ? പോകണം മാഡം. മധുശ്രീയും കൂടെ മീറ്റിംഗിനുണ്ടാവുന്ന ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞിരിക്കുന്നത്. ഇനി താൻ വിടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിശദീകരണം കൊടുത്തോളാം. തന്റെ പേരെന്താന്നാ പറഞ്ഞ? നോ ഇഷ്യൂസ് മാഡം. മാഡം ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. ശരി. അപ്പോ പോയിക്കോട്ടെ മാഡം. ശരി. മിനിസ്റ്ററോട് എന്റെ പേരൊന്നും പറഞ്ഞേക്കല്ലേ മാഡം? ഇല്ലടോ, ചെല്ല്. എന്താടി നീ മൊത്തം ഹാൻഡിൽ ചെയ്യുന്ന പറഞ്ഞിട്ട് ജില്ലാ കളക്ടറെ കണ്ടപ്പോ കവാത്ത് മറന്നോ? ജില്ലാ കളക്ടർ എന്നല്ലടി, രാജ്യത്തിന്റെ പ്രസിഡന്റ് മുന്നിൽ വന്ന് നിന്നാലും വിരളാത്തവള ഈ മധുശ്രീ. പക്ഷേ ഇവള് ശാലിനിയുടെ മുൻപിൽ. എന്താടി, നിനക്കവളെ മുൻപരിചയമുണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഒരു നിമിഷം കൊണ്ടെന്റെ ജീവിതം തകർത്ത് കളഞ്ഞ ഒരാളെ പറ്റി. അത് ഇവളാടി. മോളെ, ആ പെങ്കുച്ചിത്തിരി ഓവറായിരുന്നുള്ളത് ശരിയാ. നമ്മളോട് അല്പം മോശമായി പെരുമാറുകയും ചെയ്തു. പക്ഷേ പോലീസിനോട് പറഞ്ഞ് ഇത്രയും വലിയ പണിഷ്മെന്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു. ചെറുപ്രായമല്ലേ, ചിലപ്പോ ഒന്ന് ഉപദേശിച്ചു വിട്ടാ ശരിയാവുമായിരുന്നു. കൊത്തം വരുന്ന പാമ്പിനെ ഉപദേശിച്ച അത് പോയി ധ്യാനം കൂടിയിട്ട് തിരിച്ചു വരൂ രാമേട്ട. അതില്ല. ഇവളും ആ ജനസിൽപ്പെട്ടത്. എവിടെ കണ്ടാലും പത്തി നോക്കി അടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആപത്ത്. അപ്പോ അതാണ് കാര്യം. ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നത് സത്യം മോളെ. കഥയുടെ ട്വിസ്റ്റ് പോയ പോക്കുണ്ടോ? നിന്റെ ആജന്മ ശത്രുവായ ശാലിനി ആരാന്നറിയോ നിനക്ക്? അവളെപ്പറ്റി എനിക്കറിയില്ലാത്ത എന്ത് കാര്യമാ നിനക്കറിയാവുന്നത്? എന്നാ കേട്ടോ, നിനക്കറിയാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. നിനക്ക് കല്യാണം ആലോചിക്കുന്ന ആളില്ലേ, സത്യഭാമയുടെ മകൻ വിഷ്ണു. ആ വിഷ്ണുവിന്റെ മുൻ ഭാര്യയാണ് ഈ ശാലിനി. ശാലിനി വിഷ്ണു IAS. സത്യമാണോ നീ പറയുന്നത്? എന്നാ നീയും കേട്ടോ, വിഷ്ണുവിനെ ഞാൻ കല്യാണം കഴിക്കാന്നുള്ളത് ഇനി നിന്റെ ആവശ്യമല്ല, അതെന്റെ ആവശ്യ. ഇതുവരെ മധുശ്രീ വട്ടപൂജ്യമായിരുന്നടി, ഇനി ശാലിനിയെ വട്ടപൂജ്യമാക്കി കാണിച്ചു തരാം ഞാൻ. അതാ
ഇനി മുതൽ മധുശ്രീയുടെ ജീവിത ലക്ഷ്യം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. നാളെ പെണ്ണ് കടൽ ചടങ്ങ. എനിക്കിതിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാതെ പോയി. ഇയാള് വന്നില്ലെങ്കിൽ ഞാൻ വന്നിരിക്കും വിഷ്ണു ഏട്ടാ. ആ ചടങ്ങ് നടക്കില്ല. ഈ ജന്മം ശാലിനി മാത്രമായിരിക്കും വിഷ്ണുട്ടന്റെ പെണ്ണ്. വിഷ്ണു, ഒരുങ്ങിക്കഴിഞ്ഞെങ്കിൽ താഴോട്ട് വാ. മധുശ്രീയുടെ വീട്ടുകാർ ഇപ്പൊ ഇങ്ങെത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.